മധു, ഇവിടെ ED നടത്തിക്കൊണ്ടിരിക്കുന്ന ഇൻവെസ്റ്റിഗേഷൻ, ആ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ടുള്ള ചോദ്യം ചെയ്യൽ, സമൻസ് അയക്കൽ, ആ വാർത്തകൾ മാധ്യമങ്ങൾക്ക് കൃത്യമായിട്ട് അറിയിക്കൽ, അത് ചർച്ച ചെയ്യൽ, അതിൻ്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ വരെ വലിയ തരത്തിൽ അത് ഉപയോഗിക്കൽ, അത്തരത്തിലുള്ള പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ് കരിവണ്ണൂർ ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ED ആണ്. ഇപ്പോൾ CPM-ന്റെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് ആദായ നികുതി വകുപ്പാണ്. ഇത് രണ്ടും രണ്ടാണല്ലോ. ഇപ്പോൾ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി ചോദ്യം ചെയ്യാനായിട്ട് വിളിപ്പിക്കുന്നു. രാത്രി 10 മണി വരെ ആ ചോദ്യം ചെയ്യൽ നീണ്ടു നിൽക്കുന്നു. അതിൻ്റെ ഇടയിൽ, ആ ചോദ്യം ചെയ്യലിൻ്റെ ഇടയിൽ തന്നെ ആദായ നികുതി വകുപ്പ് കയറി വരുന്നു. 2-3 ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് തന്നെ CPM തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ട് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ പോയി അക്കൗണ്ട് കാര്യങ്ങൾ ചോദിക്കുന്നു. ഇന്ന് ഉച്ചയോടുകൂടി അത് അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്നു. അപ്പോൾ ഇത് രണ്ടും രണ്ടാണ്. ഒരിക്കലും അത് കൂട്ടിക്കലർത്തിക്കൊണ്ടുള്ള ഒരു ചർച്ചയാണ് ഇവിടെ നടക്കുന്നത്. കരിവണ്ണൂർ ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ നടക്കാൻ പറ്റാത്ത സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. നിരവധി ആളുകൾക്ക് അവർ ഇട്ട പണം പിൻവലിക്കാൻ കഴിയാതെ വന്നിട്ടുണ്ട്. പണം നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി. അവിടെ ക്രൈംബ്രാഞ്ച് 27 കേസുകൾ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി. ഒരു ഘട്ടത്തിൽ ED കേസന്വേഷണം ഏറ്റെടുത്തു. ED-യും അത് അന്വേഷണം പൂർത്തീകരിച്ച് 56 പേർക്കെതിരെ കുറ്റപത്രം കൊടുത്തു. ആദ്യഘട്ട കുറ്റപത്രം എന്നതാണ് ED വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അന്വേഷണത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയ 3-4 പ്രതികളെ കൂടി ED പ്രതിയായിട്ട് ഉൾപ്പെടുത്തി. ഇതെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. അതിൻ്റെ ഭാഗമായി CPM-ന്റെ നേതാക്കന്മാരെ ഇടയ്ക്കിടയ്ക്ക് ചോദ്യം ചെയ്യാൻ വിളിക്കും. വൈകുന്നേരം രാത്രി വരെ ഇരുത്തും. എന്നിട്ട് ഇത്ര മണിക്കൂർ ചോദ്യം ചെയ്തു എന്ന് പറയും. പിന്നെ 1 മാസത്തേക്ക് റെസ്റ്റാണ്, 1 മാസത്തേക്ക് വിളിക്കില്ല. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഘട്ടം വന്നപ്പോൾ വീണ്ടും വിളിക്കുന്നു. ആ അന്വേഷണം കരിവണ്ണൂറുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോവുകയാണ്. അവിടെ CPM-ന്റെ നിലപാട് വ്യക്തമാണ്. സഹകരണ ബാങ്ക് എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിന്റെ കരുത്താണ്, സംസ്ഥാനത്തിന്റെ കരുത്താണ്. ഒരു നിക്ഷേപകന്റെയും പണം നഷ്ടപ്പെടാൻ പാടില്ല. ഏറ്റവും വിശ്വാസപരമായി ഒരാൾ ജനിച്ച് അവന്റെ ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി സഹകരണ പ്രസ്ഥാനങ്ങളെ ആശ്രയിച്ച് തന്നെയാണ് കേരളത്തിലെ ഓരോ സഹകാരിയും മുന്നോട്ട് പോകുന്നത്. ജനനം, അതുപോലെ വിവാഹം, മറ്റാവശ്യങ്ങൾ, പഠനം, കൃഷി, എല്ലാ ആവശ്യത്തിനും സഹകരണ ബാങ്കുകളെ ആശ്രയിച്ചു പോകുന്നു. അടുത്ത കാലത്ത് ഒരു 10-20ഓളം ബാങ്കുകൾ കേരളത്തിൽ ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ വന്നു. ആര് ഭരിച്ചാലും സഹകരണ പ്രസ്ഥാനങ്ങളെ തകർക്കാനുള്ള അല്ലെങ്കിൽ അതിൽ അഴിമതി നടത്തുന്ന എല്ലാ തരത്തിലുള്ള നീക്കങ്ങളെയും അതിശക്തമായി തന്നെ CPM എതിർത്തിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ആദായ നികുതി വകുപ്പ് CPM-ന്റെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ അത് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ്. ആ ബാങ്ക്, ഇപ്പൊ ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPM ജില്ലാ കമ്മിറ്റി ഒരു കസ്റ്റമർ മാത്രമാണ്. ആ കസ്റ്റമർ കൃത്യമായി KYC കൊടുത്ത് പാൻ കാർഡ് ലിങ്ക് ചെയ്യിച്ചുള്ള ഒരു അക്കൗണ്ട്. ആ അക്കൗണ്ടിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ലെവി, പാർട്ടിയുടെ സംഭാവന, ദേശാഭിമാനി കളക്ഷൻ, ദേശാഭിമാനി പത്രം വരിക്കാരെ ചേർക്കുന്ന വാർഷിക വരിക്കാരെ വരിച്ച് അതെല്ലാം അക്കൗണ്ടിൽ വരും. അത് കൃത്യമായി പാൻ കാർഡുമായി ലിങ്ക് ചെയ്ത് ഓരോ വർഷവും തെരഞ്ഞെടുപ്പ് കമ്മീഷന് കണക്ക് കൊടുത്ത് ആ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുക്കുന്ന കണക്കിന്റെ കോപ്പി കൃത്യമായി ആദായ നികുതി വകുപ്പിന് കൊടുത്ത് 24A പ്രകാരമുള്ള എക്സംഷൻ എല്ലാം വാങ്ങിക്കുന്ന അക്കൗണ്ടാണ്. അതുകൊണ്ട് CPM പറയുന്നു, CPM-ന്റെ കേരളത്തിലുള്ള മുഴുവൻ അക്കൗണ്ടും പാൻ കാർഡ് ലിങ്ക് ചെയ്തിട്ടുണ്ട്. ആദായ നികുതി വകുപ്പിന് കൃത്യമായി വിവരങ്ങൾ കൊടുക്കുന്നുണ്ട്. അതേപോടൊപ്പം തന്നെ ഇലക്ഷൻ കമ്മീഷൻ കണക്ക് കൊടുക്കുന്നുണ്ട്. ഒരു തരത്തിലും വസ്തുതാപരമായ വിവരം മറച്ചു വെച്ചിട്ടില്ല. ഒരു സംശയമില്ലാതെ ഒരു ചോദ്യം ഉന്നയിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ മരവിപ്പിക്കപ്പെട്ട ഈ അക്കൗണ്ടിലെ വിവരങ്ങൾ ആദായ നികുതി റിട്ടേണിൽ സമർപ്പിച്ചിട്ടുള്ളതാണ് വിവരങ്ങൾ, അല്ലേ എന്നാണ് CPM-ന്റെ വാദം? 100% കേരളത്തിൽ അതെ. ഈ അക്കൗണ്ട് ഉൾപ്പെടെ 14 ജില്ലാ കമ്മിറ്റിയുടെയും സംസ്ഥാന കമ്മിറ്റിയുടെ എല്ലാ അക്കൗണ്ടും ലിങ്ക് ചെയ്തിട്ടുണ്ട്. ശരി.